അപ്പോഴേ നമുക്ക് ചോറുണ്ടാലോ. ചോറ്, ചപ്പാത്തി, തൈര്, ഇന്നലത്തെ ചിക്കൻ കറി, കിഴങ്ങിട്ട് ശകലം ചിക്കൻ കറി വെച്ചത്, കഴിഞ്ഞ ദിവസത്തെ തിലോപ്പിക്കറി, പപ്പടം, നമ്മളുടെ കോവയ്ക്കായും ഒരു ക്യാരറ്റൂടെ മെഴുക്കുവരട്ടി വെച്ചത്, എണ്ണ ഊർന്നു വന്നുണ്ടോ. പിന്നെ എനിക്ക് ആരണം മുട്ട പൊരിച്ചത്. ആരൻ്റെ എക്സാം ഇന്നുകൊണ്ട് തീരുക. ഇന്ന് ഏപ്രിൽ 4, ഇന്നുകൊണ്ട് എക്സാം തീരുവാണ്. ആരണ് ഇന്ന് സൈക്കോളജിയാണ്, പരീക്ഷയ്ക്ക് പോയിരിക്കുന്നു. ഉച്ചയാകുമ്പോൾ വരും. പരീക്ഷ 1:30 തീരും. സ്കൂളിൽ പോയിട്ട് എന്തോ ഒരു വീഡിയോ ചെയ്യാനുണ്ട്, പ്രോഗ്രാം. അത് ചെയ്തിട്ട് ആരൺ വരും. അപ്പോഴത്തേക്ക് കറിയെല്ലാം ഇതിപ്പം 12 മണി ആയില്ല, അതിന് മുന്നേ 12 ആയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ഞാൻ റെഡിയാക്കിയെന്നേ ഉള്ളൂ. പിന്നെ ആരൻ വരുമ്പോൾ ചൂടോടെ മുട്ട പൊരിച്ചാൽ മതിയായിരുന്നു അല്ലേ, ഓർത്തില്ല, എടുത്തങ്ങ് ഒഴിച്ചു. പോട്ടെ, കാസറോളി വെക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ആരന് വേണ്ടി ഇതെല്ലാം ഇനി മൂടി വെക്കുവാണ്. എല്ലാം ആരൻ വന്നിട്ട് കഴിക്കും. ആരന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം റെഡിയായി. ഇന്ന് വൈകുന്നേരം നമ്മുടെ വീട്ടിൽ ചർച്ചിൻ്റെ പ്രാർത്ഥനയാണ്, കോട്ടേജ് മീറ്റിംഗ്. എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയില്ലേ, അതിന്ന് നമ്മളുടെ വീട്ടിലാണ്. പിന്നെ 10-15 പേരൊക്കെ വരുള്ളൂ. ഉഴുന്നുവടയും ബ്രൂ കോഫിയും പഴവും പോരെ. ഒന്നും കൊടുക്കാൻ സമ്മതിക്കത്തില്ല, ഇനി നമ്മൾ നമ്മുടെ ഒരു ഇഷ്ടത്തിന് കൊടുക്കുന്ന. അപ്പോൾ ഞാൻ പോയി കുളിച്ചൊക്കെ റെഡി ആകട്ടെ. എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ ഞാൻ ഇട്ടിരിക്കുക വീടെല്ലാം. ഡിസ്പോസിബിൾ ഗ്ലാസും കുഞ്ഞി പ്ലേറ്റും വെച്ചിരിക്കുന്നു. ടിഷ്യൂ പേപ്പർ, ഇത് കാപ്പി എടുത്തുകൊണ്ട് പോകാനുള്ള ട്രേ. ഇനിതാ എനിക്കിടാനുള്ള ഡ്രസ്സ് തേച്ച് നമ്മുടെ ചാരുകസേര, പിന്നെ ചാരുകസേര എടുത്ത് ഇങ്ങോട്ടിട്ടു. പിന്നെ ഇവിടെയാണ് ഞാനിരിക്കുന്നത്. എൻ്റെ ബൈബിളൊക്കെ വെച്ചേക്കുന്നുണ്ടോ. ഇവിടെ പായിടും. എല്ലാവരും ഒന്ന് ചെയർ തികഞ്ഞില്ലെങ്കിൽ താഴെ ഇരിക്കണമെങ്കിൽ ഞാനിവിടെ ഇരിക്കത്തുള്ളൂ. കാരണം എനിക്ക് താഴെ ഇരിക്കാൻ ഭയങ്കര പാടാണ്. പണ്ടൊക്കെ മണിക്കൂറും മുട്ടയിൽ നിൽക്കുന്ന ആളായിരുന്നു, ഇപ്പം പാടാം. പിന്നെ ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ ചെയറൊക്കെ എടുത്തിട്ടിരിക്കുന്നു കണ്ടോ. പിന്നെ ഇത് നമ്മുടെ ദിവാൻ. പിന്നെ സെറ്റി. ഇവിടെ ഫ്ലാസ്കിലും ജഗ്ഗിലും അയമോദവും വെള്ളം, ഒരു ഗ്ലാസ്. ലീഡ് ചെയ്യുന്ന ഒരു അങ്കിളുണ്ടേ, ആ അങ്കിള്. ഞങ്ങളുടെ സീനിയർ പാസ്റ്റേഴ്സ് ഒന്നും വരത്തില്ല. ഓരോ ഏരിയയ്ക്ക്, ഇത് വാങ്ങാനേ ഏരിയയ്ക്ക് ഓരോ ലീഡർമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാ വരുന്നത്. ബാക്കി പിന്നെ 10-32 വീടാണുള്ളത്. പക്ഷേ എല്ലാ വീട്ടിൽ നിന്നൊന്നും എല്ലാവരും വരത്തില്ല. വല്ല വീട്ടിൽ നിന്ന് ഓരോരുത്തർ വന്നാലായി. ഒരു 15 പേരെല്ലാവരും കൂടെ, ഞാനും ആരണം കൂടെ കൂട്ടി. അപ്പോൾ കീബോർഡും വയലിനും ഒന്നും വായിക്കുന്നില്ല, മൈക്കും സ്പീക്കറും ഒന്നും ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ സാധാരണ മുറ്റത്താണ് നടത്താറുള്ള 100-150 പേർക്ക്. ഭയങ്കര ആർഭാടമായിട്ട് മുറ്റത്ത് കൺവെൻഷൻ പോലെ. ഇതിപ്പം അത് വർഷത്തിലൊരിക്കലാണ് നടത്താറുള്ളത്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനെ ഏരിയ വൈസ് ഒരു 10-15 പേരേ വരുള്ളൂ. മൊത്തത്തിൽ ചർച്ച നടത്തണ ആയിരക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. അത് നമുക്കങ്ങനെ പറ്റത്തില്ല. അപ്പോൾ ഏരിയ വൈസ് ഇങ്ങനെ നടത്തുമ്പോൾ നമ്മുടെ വീട്ടിലകത്ത് ഇരിക്കാനും ഒതുങ്ങാനും ഉള്ള ആളേ ഉള്ളൂ, 10-15 പേര്. അപ്പോൾ എനിക്കിതാ ഇഷ്ടമാണ് ഇങ്ങനെ ഇതൊക്കെ കൊട്ടി ഇങ്ങനെ പാടുന്ന. അല്ലെങ്കിൽ ചുമ്മാ ഉണക്കപ്പാട്ടും പ്രാർത്ഥനയൊന്നും എനിക്കിഷ്ടമല്ല. എനിക്ക് നല്ല അലറിക്കൂവി ആരാധിച്ച് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തു വെച്ചിരിക്കുക. ആരനിപ്പം വരുമ്പോൾ എന്നെ കലിപ്പിക്കുവേ, ഇതൊക്കെ എന്തിനാ, ഞാൻ കൊട്ടത്തൊന്നുമില്ല, അമ്മ കൊട്ടിക്കോണം, ഭയങ്കര ബഹളം വെക്കുവേ. ആദ്യം കിടന്ന് ഈ ബഹളം വെക്കുമെന്നേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഒതുങ്ങിക്കോളും. ലാപ്ടോപ്പ് തരുവേല, ഫോൺ തരുവേല, ഇനിയും ഭക്ഷണമൊന്നും ഇനി വാങ്ങിച്ചു തരത്തില്ല എന്നൊക്കെ. അത് പറഞ്ഞപ്പോഴും ഓർത്തെ, നമ്മുടെ പിള്ളേർക്ക് നമ്മളല്ലാതെ ആര് വാങ്ങിച്ചു കൊടുക്കാനാണ്. ഇന്നിപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഇന്നലെ വൈകിട്ടേ പറഞ്ഞു, പിന്നെ എൻ്റെ പരീക്ഷ കഴിയുക, എനിക്ക് എത്ര കാലമായി അമ്മ ഷവർമ്മ വാങ്ങിച്ചു തന്നിട്ട്, ഷവർമ്മ തിന്നാൽ നിനക്ക് അസുഖം വരും. ധാരൻ്റെ പരീക്ഷ ഇതുകൊണ്ട് കണ്ടോ, സൈക്കോളജി ഇന്നാണ്. അപ്പോൾ ഇന്നുകൊണ്ട് തീരുക. ഇത് ഞാൻ ഇവിടെ ഒട്ടിച്ച് വെച്ചിരുന്നതാണ്, ഡേറ്റ് ഒന്നും മറന്നു പോകാതിരിക്കാൻ.
ഇവിടെ അകത്ത് ഒരു പായിട്ടിട്ടുണ്ട്, എങ്ങാനും തികയാതെ വന്നെങ്കിൽ പിന്നെ താഴെ ആൾക്കാരിരിക്കട്ടെ എന്ന് വെച്ച്. തികയാതെ വരത്തില്ല. ചെയറും സെറ്റിയും ദിവാനും എല്ലാം കൂടെ 14 എണ്ണം ഉണ്ട്. നീ താഴെ ഇല്ല ആരാണ് ഇരിക്കുന്നത്. തികഞ്ഞില്ലെങ്കിൽ ഈ പായലോട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ ഇപ്രാവശ്യം ചെയറൊന്നും എടുത്തില്ല. കഴിഞ്ഞ ഡിസംബറിൽ, ഈ 2024 ഡിസംബറിൽ നടത്തിയായിരുന്നേ. ഇതെൻ്റെ കട്ടിൽ, ഇതാരൻ്റെ കട്ടിൽ. ഞങ്ങൾ രണ്ടുപേരും ഈ റൂമിൽ. ഇവിടെ ഇതുണ്ട് നമ്മുടെ മുറ്റത്തെ ഈ മരങ്ങളും കാറ്റും. പിന്നെ പകല കിടക്കുന്നതെങ്കിൽ പകൽ കിടപ്പില്ലല്ലേ, ഞാനും ഇല്ല ആരണും ഇല്ല. ആരനെയൊക്കെ മയക്കുവടി വെച്ച് ഉറങ്ങത്തില്ല പകല്. ആരണ് രാത്രിയിൽ ഒരു 12 മണി 1 മണി 2 മണി, അതാ ശീലം. പണ്ട് മുതൽക്ക് പഠിച്ചിട്ട് കിടക്കാൻ. രാവിലെ പുള്ളിക്ക് ഭയങ്കര മടിയാണ്. അപ്പം പകലാണെങ്കിൽ ഇതാ ഫാൻ പോലും ഇടണ്ട, ഇങ്ങനെ കാറ്റ് വന്നോളും. നല്ല സുഖമല്ലേ. ഞങ്ങൾ പകൽ കിടക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പം അത് പറഞ്ഞപ്പോഴാണ് ആരണ് വർഷങ്ങളായി ഇത് വാങ്ങിച്ചു കൊടുത്തിട്ട് എന്തുവാ ഷവർമ. എനിക്കൊക്കെ കേൾക്കുമ്പോൾ കലിപ്പാണ്. എനിക്ക് ഈ ബാർബിക്യൂ ഷവർമ ഒന്നും ഇഷ്ടമല്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഫുഡും പുറത്തുനിന്ന് കഴിക്കുന്നതും ഇഷ്ടമല്ല. വെജിറ്റേറിയൻ ഇഷ്ടമാണ്. പിന്നെ KFC ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ അതൊന്നും ടേസ്റ്റ് ഇല്ല, ഒരു ടേസ്റ്റും ഇല്ല. അപ്പം ഞാൻ ഇന്നലെ ആരൻ പറഞ്ഞിരിക്കുക, എനിക്ക് എന്നാന്ന് പറഞ്ഞാൽ ഇനി പരീക്ഷയാന്ന് പറഞ്ഞ്, അതുകൊണ്ട് നിനക്ക് അസുഖം വരും, ഫുഡ് പോയ്സൺ ആകും എന്നൊക്കെ പറഞ്ഞ് അമ്മ എനിക്ക് വാങ്ങിച്ചു തരാതിരിക്കത്തില്ലല്ലോ. എന്നാന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ, പരീക്ഷ തീരുക, വൈകിട്ട് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇന്ന് പ്രാർത്ഥനയല്ലേ, പ്രാർത്ഥനയ്ക്ക് ഇവിടെ ഉഴുന്നുവടയും പഴവും കാപ്പിയും ഉണ്ടല്ലോ, അത് കഴിച്ചാൽ മതി. പിന്നെ അന്നേരം പറയാം വൈകിട്ട് മേടിച്ചു തരണം, ഓർഡർ ചെയ്ത് വാങ്ങിക്കണോ. ഷവർമ ഒക്കെ ഓർഡർ ചെയ്താൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ നോക്കി നിന്ന് നല്ല സൂപ്പർ കടയിൽ നിന്ന് പോയി മേടിക്കണം, നല്ല ഗ്രാൻഡ് കടയിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊരു ദിവസമായിട്ട് നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം സമ്മതിച്ചിരിക്കുക. പ്രാർത്ഥന തീരുമ്പോൾ 6 തൊട്ട് 7:30 വരെയാ. കാപ്പൂടിയും കഴിയുമ്പോൾ 8 ആവും. പിന്നെ ഞങ്ങൾ എങ്ങനെ പോകാനാ? ഓട്ടോയൊക്കെ പിടിച്ചൊരു ഷവർമ കഴിക്കാൻ എന്തൊരു ഇതാന്ന് വയ്ക്കണം. 10, 150, 200 രൂപ വണ്ടിക്കൂലി മുടക്കി. അതൊന്നും എനിക്കിഷ്ടമല്ല. നമ്മളെല്ലാം പോകുന്ന വഴി എല്ലായിടത്തും പോകുമ്പം നല്ല സ്ഥലം നോക്കി ഷവർമ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അഴുക്ക് മയോണൈസൊക്കെ ആണെങ്കിൽ തീർന്ന കഥ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുക. എന്നെ കഴിഞ്ഞ ദിവസം പിന്നെ ഒരു പുള്ളിക്കാരത്തി വിളിച്ചപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്നതിന് കുറ്റപ്പെടുത്തി. ഞാൻ നല്ല ശരിക്കും 2 എണ്ണം അങ്ങ് പറഞ്ഞു. ഇനി ആയിസി എന്നെ അങ്ങനെ ആരും പറയാത്ത രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ പിള്ളേർക്ക് നമ്മളല്ലാതെ ആരും വാങ്ങിച്ചു കൊടുക്കാനോ, വല്ലപ്പോഴും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണ്ടേ. ഈ വീഡിയോ ഇടാൻ കണ്ടൻറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ഒന്ന് പിന്നെ വീഡിയോ എടുത്തങ്ങ് ഒരു വീഡിയോ ഒക്കെ ഇടും. അത് 10 പേര് കണ്ടു, അത്രയൊക്കെ ഉള്ളൂ. അപ്പം അതിനിപ്പം നമുക്ക് വേണമെങ്കിൽ ഒളിച്ചും പാത്തുമൊക്കെ അങ്ങനെ കഴിക്കാൻ അതിൻ്റെ ആവശ്യമില്ല. പുറത്തുനിന്ന് കഴിക്കുന്ന താല്പര്യമില്ല. പിന്നെ വല്ലപ്പോഴും ആൺപിള്ളേരല്ലേ, അവർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ല, അവർക്ക് തോന്നുന്ന പോലെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാതെ. കാരണം നമ്മൾ വല്ലപ്പോഴും ഒന്ന് മാസത്തിലൊന്ന് സാലറി വരുമ്പോഴൊക്കെ അതിവിടെ അപ്പം പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന. അപ്പം അതിന് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ എടുക്കാൻ പറ്റും. ഞാൻ 2 കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങ് ഒതുങ്ങി. അപ്പം ഞാൻ പറയുമായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ചുമ്മാ ഇങ്ങനെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈയെടുത്തരുത്. കൊച്ചുങ്ങൾക്ക് വല്ലതും വാങ്ങിച്ചു കൊടുക്കുന്നതിന് കുറ്റമൊന്നും പറയരുത്, അല്ലേ? വല്ലപ്പോഴല്ലേ അങ്ങനെയൊക്കെ ഒന്ന് വേണം, വല്ലപ്പോഴും. എപ്പോഴും മേടിക്കുന്നതിനോടോ പോകുന്നതിനോടോ ഞാൻ യോജിക്കുന്നില്ല. അതിന് അങ്ങനെ വേണ്ടേ പൈസ. അപ്പോൾ അതാ നമുക്കിന്ന് വൈകിട്ട് പ്രാർത്ഥനയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും വന്നു കഴിയുമ്പോൾ ഞാൻ വേണമെങ്കിൽ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തിട്ട് രാത്രി വീഡിയോ ഇടാം. അന്നേരം നിങ്ങൾക്ക് എല്ലാവരെയും ഒന്ന് കാണാമല്ലോ. ചിലപ്പം നോക്കട്ടെ, അവരുടെ പ്രൈവസിയെ ചോദ്യം ചെയ്യുന്ന കാര്യമല്ല നമ്മൾ വരുന്നവരെ അങ്ങനെ എടുക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. നോക്കട്ടെ, പറ്റുമെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഓടിച്ചതാ ഇങ്ങനെ ഒന്ന് കറക്കി എല്ലാവരും ഒന്ന് കാണിച്ച് രാത്രി വീഡിയോ ഇടാം, അല്ലേ? ആരൻ വരുമ്പോഴത്തേക്കിനുള്ള കാര്യങ്ങളും കൂടെ ഇടാവേ. കാരണം ആരൻ ഈ ഡ്രമ്മൊക്കെ എടുത്തു വെച്ചിരിക്കുന്നതിന് കലിപ്പിക്കുക, അതൊക്കെ കാണിക്കാവേ. ഓക്കെ.